ചിരിക്കണോ അതോ കരയണോ എന്നറിയില്ല. നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെയും റഷ്യയുടെയും ഫ്രണ്ട്ഷിപ്പ് ഈ ലോകാവസാനം വരെ ഉണ്ടാവും, അത് ഒരാളെ കൊണ്ട് തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് മോഡിജിക്ക് നല്ലൊരു ബിൽഡപ്പ് കൊടുത്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബിൽഡപ്പിന് ഇപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. 2 ദിവസം മുൻപ് വരെ റഷ്യയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നില്ല ഇന്ത്യ എന്ന് മാത്രം ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നു എന്ന് പറയുന്ന ഡീറ്റെയിൽസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ChatGPT മറ്റു തരത്തിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ആ വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ അന്നൊരു ഡിസ്കൗണ്ടഡ് പ്രൈസ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ തന്നെയാണ് ഇപ്പോഴും അതേ ക്വാണ്ടിറ്റി തന്നെയാണ് ഇന്ത്യ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും തകരില്ല എന്ന് പറഞ്ഞതിന് ശരിക്കും ഇപ്പൊ ഫുൾ സ്റ്റോപ്പ് വെച്ചിരിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ. അദ്ദേഹം മുന്നോട്ട് വെച്ച സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ റഷ്യ എന്ന് പറയുന്ന രാജ്യങ്ങൾക്കിടയിൽ പഴയ പോലത്തെ ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പോ ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് ക്രൂഡ് ഓയിലോ ഗ്യാസോ കിട്ടണമെങ്കിൽ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസും ഇല്ല, ഞങ്ങൾ റേറ്റ് കൂട്ടാൻ പോകുന്നു എന്നാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. അതിന്റെ ഫലമായിട്ട് തന്നെ സൗത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂർ പോലെയുള്ള മെയിൻ നഗരങ്ങളിലൊക്കെ ഹോട്ടലുകളൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ലഭ്യത നമ്മുടെ രാജ്യത്ത് വളരെ രീതിയിൽ ഗണ്യമായിട്ടുള്ള രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ റഷ്യയും ചൈനയും